പരിശുദ്ധ ദൈവമാതാവ് ലോകമാതാവാണ് എന്ന സത്യം വെളിവാകുന്നതിന് വേണ്ടി ഇന്നത്തെ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മെഴുകുതിരി കത്തിച്ചൊലിച്ച് ഉരുകിത്തീരുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ടാണ്. ഇവിടെ തൻ്റെ പുത്രന് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി ഉരുകിത്തീർന്നവളാണ് പരിശുദ്ധ കന്യകാ മറിയം. ജനനം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ കന്യകാ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടും കന്യകാ മറിയത്തെ എന്നാളും സ്തുതിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ആലപിച്ച് ഏറ്റുപാടാം. എന്നാളും സ്തുതിക്കുന്നേ
മറിയമേ എൻ തായി കനിയേണമേ, നിൽക്കുമിദാസ്വരെ നയിക്കണമേ, കുരിശിൻ ചുവട്ടിലെ യാഗബലി അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ. അമ്മേ മാതാവേ, ജീവിതത്തിലെ വേദനകളെ, സഹനങ്ങളെ, ദുഃഖങ്ങളെ, ആകുലതകളെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിച്ച് നിന്നെപ്പോലെ അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, കൃപ നിറഞ്ഞ ഒരു അവസ്ഥയാക്കി മാറ്റുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. സഹനത്തിന് മുമ്പിൽ പതറിപ്പോകാതെ സഹനങ്ങളെ നന്മയായി കാണുവാനും ആ സഹനത്തിൽ കൃപ കണ്ടെത്തുവാനുമുള്ള വലിയ അനുഗ്രഹം നീ ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 7 പ്രത്യേക യാതനകളെ പറ്റിയാണ്, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ 7 സഹന നിമിഷങ്ങളെ പറ്റിയാണ്. ഒത്തിരിയുണ്ട്, പക്ഷേ അതിൽ ചിലത് മാത്രം നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. സഹനത്തിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കാതെ സഹനത്തെ ധൈര്യപൂർവ്വം നേരിട്ട വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. സഹനം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, വലിയ ഭാഗ്യമാണ് മറിയത്തിന് ലഭിച്ചത്. അതേ, വലിയ ഭാഗ്യം തന്നെയാണ്. അവൾക്ക് മംഗളവാർത്ത ലഭിച്ച നിമിഷം അത് നമുക്ക് സന്തോഷ നിമിഷങ്ങളാണ്. പക്ഷേ മറിയത്തിൻ്റെ ജീവിതത്തിൽ സഹനം അവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ അവൾ ഒരിക്കലും നിരാശയോട് കൂടിയല്ല ആ സഹനത്തെ കണ്ടത്, വേദനയോട് കൂടിയല്ല ഒരിക്കലും ആ സഹനത്തെ കണ്ടത്. നേരെ മറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സഹനത്തെ കണ്ടുകൊണ്ട് അവിടെ അവൾ കൃപ കണ്ടെത്തുകയാണ്. മറിയത്തിൻ്റെ ഈ സഹനപാതയിലൂടെ നമുക്കും ഒന്ന് നടന്നു നോക്കാം. ഒന്നാമത്തേത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി. എന്നാൽ ഈ സത്യം ഗ്രഹിക്കാൻ സാധിക്കാതെ യൗസേപ്പ് പിതാവ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണ്. മറിയത്തെ സംശയിച്ചുകൊണ്ട് യൗസേപ്പ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ഇതറിയുന്ന മറിയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വ്യഥ അത് വലുതാണ്. ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വ്യക്തി തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തെറ്റിദ്ധാരണയുടെ നിമിഷങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ തെറ്റിദ്ധാരണകളുടെ നിമിഷങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ ഗുരുബോധർ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ അധികാരികൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അവരെന്നെ എപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിരാശ നമ്മളിൽ പലരുടെയും വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു നിരാശയുടെ വക്കിൽ വന്ന് നിൽക്കുന്നവർക്ക് പരിശുദ്ധ കന്യാമറിയം വലിയൊരു മാതൃകയാണ്. ഇവിടെ യൗസേപ്പ് മറിയത്തെ തെറ്റിദ്ധരിക്കുമ്പോഴും മറിയം അവിടെ പ്രതീക്ഷ കൈവിടുന്നില്ല. കാരണം അവളുടെ ഉദരത്തിൽ ദൈവപുത്രനാണ്. കാരണം അവളുടെ ഉദരത്തിൽ വചനം മാംസമായി അവതരിച്ചിരിക്കുന്നു. ആ ഒരു വിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആ വിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു. അതാണ് അവളെ പിടിച്ചു നിർത്തിയത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെറ്റിദ്ധാരണയുടെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരിലാണ് ആശ്രയിക്കുന്നത്? മദ്യത്തിലാണോ? മയക്കുമരുന്നിലാണോ? മറ്റ് വ്യക്തികളിലും വസ്തുക്കളിലാണോ? അതോ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഉൾവലിയാനാണ് ഇഷ്ടപ്പെടുന്നത്? ആരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്? മറിയം ആശ്രയിച്ചത് ദൈവത്തിലാണ്. എനിക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കട്ടെ. ആ ഒരു മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. രണ്ടാമത്തത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. പ്രസവിക്കുവാൻ ഒരിടവും ലഭിക്കാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മറിയം. യൗസേപ്പ് മറിയത്തെ കൂട്ടിക്കൊണ്ട്, പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൂട്ടിക്കൊണ്ട് ബത്ലഹേമിൽ എത്തിച്ചേർന്നു. തണുപ്പുള്ള രാത്രി. അപ്പോഴാണ് മറിയത്തിന് പ്രസവവേദന എടുക്കുന്നത്. ഇടം ലഭിക്കാത്ത ഒരു നിമിഷം അത് വളരെ വേദനാജനകമാണ്. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നമ്മളെ സ്വീകരിക്കാതെ നമ്മളെ തിരസ്കരിക്കുമ്പോൾ, ഇടം നൽകാതിരിക്കുമ്പോൾ, നമ്മളെ പുറന്തള്ളുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. അത് ഒത്തിരി അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന വേദനയാണ്. ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളാണ്. മറിയം ഈ ഒറ്റപ്പെടലിൻ്റെ നിമിഷം ഉണ്ടായപ്പോൾ അവൾ ആശ്രയിച്ചത് ഈശോയിലാണ്. അവളുടെ ഉദരത്തിലുള്ള ആ ശിശുവിലാണ് അവൾ ആശ്രയിച്ചത്. കാരണം വചനം മാംസമായി തീർന്ന ദൈവം അവളുടെ ഉദരത്തിലുണ്ട്. അതാണ് അവളെ ശക്തിപ്പെടുത്തിയത്.
അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൻ്റെ പരിമിതികൾ അവൾക്ക് അനുഗ്രഹമായി തീർന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൂതൻ അവളോട് പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ ഇടം കിട്ടാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപക്ഷെ ചില വ്യക്തികളുടെ ജീവിതത്തിലായിരിക്കാം, ജീവിത പങ്കാളി നിങ്ങൾക്ക് ഇടം നൽകുന്നില്ലായിരിക്കാം, മാതാപിതാക്കൾ നിങ്ങൾക്ക് ഇടം നൽകുന്നില്ലായിരിക്കാം, നിങ്ങളുടെ അധികാരികൾ നിങ്ങൾക്ക് ഇടം നൽകുന്നില്ലായിരിക്കാം. ഒരു സ്പേസിന് വേണ്ടി നിങ്ങൾ എപ്പോഴും പരിധിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി, ഇടം കിട്ടാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ദാഹിച്ചു അലഞ്ഞു നടക്കുകയായിരിക്കും. അവിടെ ഈ ഒരു ഇടം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ സങ്കടത്തെ മറികടക്കുവാൻ വചനത്തിന് മാത്രമേ നമ്മളെ സഹായിക്കത്തുള്ളൂ. വചനത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയിലേക്ക് നോക്കി ജീവിക്കുവാൻ ഇവിടെ മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയും മറിയത്തിൻ്റെ മൂന്നാമത്തെ അസ്വസ്ഥത വേദനയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 18-ാം വാക്യം. ദിവ്യ ശിശുവിനെ കൊല്ലുവാൻ കൽപ്പിക്കുകയാണ് അവിടെ. ഹെരോദേസ് അവിടെ ദിവ്യ ശിശുവിനെ കൊല്ലുവാൻ കൽപ്പിക്കുകയാണ്. ഈ വാർത്ത മറിയവും യൗസേപ്പും പറഞ്ഞു. അവർ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഈ നിമിഷം രാജാവ് അനേകായിരം കുഞ്ഞുങ്ങളെയാണ് വെട്ടി കൊന്ന് നശിപ്പിക്കുന്നത്. ഈ ഒരു വേദന മറിയത്തിനുള്ളിൽ വലിയൊരു വേദനയായിട്ട് തടം കെട്ടി കിടക്കുകയാണ്. എന്നാൽ അവിടെ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ആ വേദനകൾക്കെല്ലാം നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അനേകം കുഞ്ഞുങ്ങളാണ് ദാരുണമായി വധിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അമ്മയുടെ ഉദരം തന്നെ കൊലക്കലമായി തീരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി. ഇവിടെ മറിയം നമുക്ക് നൽകുന്ന വലിയ മാതൃകയാണ്. അവൾ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവളുടെ സാന്നിധ്യം വഴി, പ്രാർത്ഥന വഴി ആശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശിശുവിനെ കൊണ്ട് അവൾ ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ നിരാശപ്പെടുകയല്ല മറിയം ചെയ്തത്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് എല്ലാം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു മറിയം. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ, ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിൻ്റെ തലത്തിലേക്ക് ചെല്ലുവാൻ സാധിക്കട്ടെ. അതിന് മറിയം നമ്മളെ സഹായിക്കും. നാലാമത്തത് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 50 വരെ വാക്യങ്ങളാണ്. 12-ാം വയസ്സിൽ ഈശോയെ കാണാതാകുന്നു. യൗസേപ്പ് പിതാവും മറിയും 2 ദിവസത്തെ യാത്ര കഴിഞ്ഞു. ബന്ധുക്കളുടെ കൂട്ടത്തിൽ അവൻ കാണുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ ഈശോയെ കണ്ടെത്തുന്നില്ല. പിന്നീട് അവർ തിരികെ പോകുകയാണ് ജെറുസലേമിലേക്ക് ഈശോയെ തേടി. ജെറുസലേമിൽ അവർ അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. 3-ാം ദിവസം ഈശോയെ കണ്ടെത്തുന്നു. ഈശോയെ കണ്ടെത്തുന്ന നിമിഷത്തിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈശോയെ തേടി നടന്ന നിമിഷത്തിലുണ്ടാകുന്ന മാതാപിതാക്കളുടെ ഉള്ളിലെ ആ വേദന, അത് മറിയത്തിനുള്ളിലെ ഒരു സഹനമായിരുന്നു. അവിടെയെല്ലാം പ്രതീക്ഷയോട് കൂടിയാണ് അവൾ അന്വേഷിക്കുന്നത്. പ്രതീക്ഷയോട് കൂടിയുള്ള ആ അന്വേഷണം അവളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈശോയുടെ മുന്നിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇപ്രകാരമുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ദൈവത്തെ കാണുവാൻ സാധിക്കാതെ നഷ്ടപ്പെട്ടു പോയി നമ്മൾ കരുതുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല, എത്ര പ്രാർത്ഥനയും കേൾക്കാൻ സാധിക്കുന്നില്ല, എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ, എത്ര കുർബാനകളിൽ, എത്ര നൊവേനകളിൽ ഞാൻ പങ്കുചേർന്നു, എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു, മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങൾ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്ന ഉള്ളിലെ അസ്വസ്ഥത. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തോടു കൂടി നീ അന്വേഷിക്കുമ്പോൾ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. വിശ്വാസത്തോടു കൂടി നീ അന്വേഷിക്കുമ്പോൾ നിനക്ക് കൃത്യമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. അവിടെ നിന്റെ മനോഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ദൈവത്തെ കണ്ടെത്തുവാൻ, വിശ്വാസത്തിൻ്റെ തലത്തിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. 5-ാമത്തെ മരണത്തിൻ്റെ ഉള്ളിലെ സഹനമാണ്. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ഈശോ, പടയാളികൾ അവനെ പീഡിപ്പിക്കുകയാണ്. കൽത്തൂണിൽ കെട്ടിയിട്ടുകൊണ്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. അവൻ്റെ ശിരസിൽ മുൾമൂടി താഴ്ത്തിയിറക്കുന്നു. അവനേക്കാൾ ഭാരമുള്ള കുരിശ് അവൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. വേദനാജനകമായ ഈ നിമിഷത്തിൽ മറിയം ഈശോയെ കാണുകയാണ്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് മകനെ ഇപ്രകാരം അവർ പീഡിപ്പിക്കുന്നത്. ഇത് ഏതൊരു അമ്മയുടെ ഉള്ളിലും വേദനകൾ ജനിപ്പിക്കാം, ഏതൊരു അമ്മയുടെ ഉള്ളിലും അസ്വസ്ഥതകൾ ജനിപ്പിക്കാം. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് മറിയം അതിനെ കാണുന്നത്, ആ യാഗത്തിൽ, ആ ബലിയിൽ പങ്കുചേരുന്നത്. സഹനങ്ങളുണ്ടാകുമ്പോൾ ഇപ്രകാരം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയെ കണ്ടെത്തുവാൻ, ആ സഹനത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളും ആ യാഗത്തിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്.
മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ, മക്കളെ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാതാപിതാക്കൾ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ, കുരിശിനോട് കൂടെ അതിനെ വെച്ച് കാണുമ്പോൾ, അവിടെ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ് ലഭിക്കുന്നത്. ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഈശോയെ പടയാളികൾ 2 കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തറക്കുകയാണ്. ഒരിക്കലും ഒരമ്മയ്ക്കും സഹിക്കത്തില്ല സ്വന്തം മകനെ പറ്റിയോ മകളെ പറ്റിയോ ആരെങ്കിലും കുറ്റം പറയുന്നതോ, അവരെ മറ്റുള്ള തെറ്റായ വ്യക്തികൾ കൂടുതൽ പേര് ചേർക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു മാതാവിനോ ഒരു അപ്പനോ ആർക്കും സഹിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ മറിയത്തിന് മുന്നിൽ ഇതാ 2 കള്ളന്മാരുടെ നടുവിൽ ഈശോ അവർ കുരിശിൽ തറച്ചു. ആകാശനും ഭൂമിക്ക് നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാമ്മ ആ നിമിഷം വിലപിക്കുകയല്ല ചെയ്തത്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് മറിയം അത് കണ്ടത്. ഈശോയുടെ വാക്കുകൾ അവൾ ശ്രദ്ധിച്ചു കാണണം. നല്ല കള്ളനോട് ഈശോ പറഞ്ഞ വാക്കുകൾ പരിശുദ്ധാമ്മ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാകും. ഇന്ന് ഈ നിമിഷം നീ പറുദീസയിലായിരിക്കും. അവിടെ കിടന്നുകൊണ്ട് പോലും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആത്മാക്കളെ നേടിയെടുക്കുന്ന ഈശോയുടെ ആ ഒരു രൂപം പരിശുദ്ധമ്മയെ കുറേയെങ്കിലും ശക്തിപ്പെടുത്തിയിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, കുരിശിൻ ചുവട്ടിലെ ഈ ഒരു മനോഭാവം നമുക്കും സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഏറ്റവും അവസാനമായി സ്വന്തം മകൻ്റെ ആ ശരീരം, മൃതമറ്റ ശരീരം, ജീവനില്ലാത്ത ശരീരം അമ്മയുടെ മടിയിൽ കിടത്തുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ വ്യഥ, ആ വേദന. പ്രിയ സഹോദരങ്ങളെ, അവിടെയെല്ലാം വിശ്വാസം ആണ് മറിയത്തെ പിടിച്ചു നിർത്തിയത്. നന്മയാണ് മറിയത്തിനുള്ളിലെ കൃപ നിറഞ്ഞ അവസ്ഥയാണ് മറിയത്തെ പിടിച്ചു നിർത്തിയത്. ഈ 7 ആകുലതകൾ, വേദനകൾ സത്യത്തിൽ മറിയത്തിൻ്റെ ജീവിതത്തിലെ തകർച്ചകളല്ലായിരുന്നു. ഈ 7 കുറവുകൾ സത്യത്തിൽ മറിയത്തെ കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ വിശുദ്ധിയിലേക്ക്, കൂടുതൽ കൃപ നിറഞ്ഞ അവസ്ഥയിലേക്ക്, കൂടുതൽ അഭിഷേകം കണ്ടെത്തുന്ന അവസ്ഥയിലേക്കാണ് നയിച്ചത്. നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇത് എനിക്ക് ഉണ്ടായി എന്ന്. പ്രിയ സഹോദരങ്ങളെ, സഹനമാകുന്ന തീച്ചൂളയിലൂടെ നീ കടന്നു പോകുമ്പോഴാണ്, സഹനമാകുന്ന തീച്ചൂളയിലൂടെ നീ കടന്നു പോകുമ്പോഴാണ് അവിടെ നിന്റെ അഭിഷേകം പുറത്തു വരുന്നത്. നിന്റെ ഉള്ളിലെ അഭിഷേകം പുറത്തേക്ക് വരുന്നത് നീ സഹനമാവുന്ന തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, അവിടെ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. മറിയം അവളുടെ ഉള്ളിലെ വിശുദ്ധി, അവളുടെ ഉള്ളിലെ അഭിഷേകം പുറത്തേക്ക് കാണിച്ചത്, പുറം ലോകത്തിന് നൽകിയത് കാൽവരി യാഗത്തിലൂടെയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ജീവിതങ്ങളെ അപ്രകാരം സമർപ്പിക്കുവാൻ സാധിക്കട്ടെ. മറിയത്തിൻ്റെ ഈ 7 സഹനങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ, ഈ 7 സഹനങ്ങൾ നമ്മുടെ ജീവിതത്തോട് വെച്ച് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രതീക്ഷയുടെ, നന്മയുടെ നിമിഷങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. സഹനം ഒരിക്കലും അവസാനമല്ല. സഹനമാകുന്ന പുതപ്പിന് കീഴിൽ കൃപ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കൃപ കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ ജീവിതത്തിലും വേദനകൾ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്താറുണ്ട്, ഒറ്റിക്കൊടുക്കാറുണ്ട്. ഞാനും പലപ്പോഴും വീണു പോകാറുണ്ട്. ആരുമില്ലാന്ന അവസ്ഥയിൽ ഞാനും പെട്ടുപോകാറുണ്ട്. അവിടെ എല്ലാം അമ്മേ മാതാവേ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട്, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയിലേക്ക് എത്തിച്ചേരുവാൻ, ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ അഭയം പ്രാപിക്കുവാൻ എന്നെ നീ പഠിപ്പിക്കണമേ. ആമീൻ. പരിശുദ്ധ അമ്മയിൽ പ്രിയപ്പെട്ട ദൈവഭക്തരെ, വർഷക്കാലത്ത് സായാഹ്നത്തിൽ ശാന്തമായി പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയുടെ നിറവിൽ ആകാശവിതാനത്ത് മേഘത്തേരിൽ പ്രത്യക്ഷപ്പെടുന്ന മഴവില്ല് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിൽ നിന്നും ഒരിക്കലും മായാതെ മറയാതെ പ്രത്യക്ഷപ്പെടുന്ന ഒരു മഴവില്ലുണ്ട്. അത് പരിശുദ്ധ കന്യക മറിയമാണ്, വിശുദ്ധിയുടെ നിറകുടമായ മരിയാമ്പിക. വിശുദ്ധിയുള്ളയിടത്തെ അൾത്താര ഒരുക്കാനാവൂ. വിശുദ്ധിയുള്ള ആത്മാവിലെ പരിശുദ്ധാമ്മയ്ക്ക് കടക്കാനാവൂ. അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഈ പൂക്കൾ ഒരിക്കലും പൊഴിയുകയോ വാടുകയോ ഇല്ല. മാമോദിസായിൽ നമുക്ക് ലഭിച്ച വിശുദ്ധിക്ക് കളങ്കം വരുത്താതെ ജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ
കർത്താവിൻ്റെ പ്രിയ ദാസരായും ഈ ദാസർക്ക് പ്രിയ മാതാവായും മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ഏറ്റുപാടാം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്ന നൽ പൂങ്കാവനമേ, വ്രതമേറ്റവൻ അടിയാട്ടിനീ, കൃപയാർന്ന പൂങ്കാവനമേ, വ്രതമേറ്റവൻ അടിയാട്ടിനീ, നൃപനേശ്വരൻ പ്രിയയായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ, മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുന്നിലെ ഉഷതാരമേ, വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുന്നിലെ ഉഷതാരമേ, കർത്താവിന് പ്രിയദാസിനി, ഈ ദാസന് പ്രിയമാതനി, കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ
വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ കന്യകാ മാതാവേ, ലോകം മുഴുവനിലുമുള്ള എല്ലാ ദൈവവിശ്വാസികളെയും വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.